തിരുവനന്തപുരം നഗരസഭ അധികാരമേറ്റത് മുതൽ മേയർ വി രാജേഷിനെയും ബി ഭരണസമിതിയും എങ്ങനെയെങ്കിലും താഴെയിറക്കാനുള്ള ശ്രമങ്ങളായിരുന്നു CPM-ൻ്റേത്. അവർക്ക് മാത്രമായിരുന്നു അതിനുള്ള ആഗ്രഹം. ഇപ്പോഴിതാ ഒരു സത്യപ്രതിജ്ഞ വിവാദം വന്നു. അങ്ങനെ ആ വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM BJP കൗൺസിലർമാർ തമ്മിലുള്ള സംഘർഷത്തിൽ മേയർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതുവഴി കയറ്റി വിട്ടില്ല, അതുവഴി തടഞ്ഞു നിർത്തി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മേയർ വി രാജേഷിനെ ഓഫീസിൽ കയറാൻ അനുവദിക്കാതെ CPM കൗൺസിലർമാർ തടയാൻ ശ്രമിക്കുകയായിരുന്നു. തടഞ്ഞ് തള്ളി താഴിട്ടു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നു, 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന്. എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഞൊടിയിടയിലാണ് മേയർ തീരുമാനമെടുത്തത്. അങ്ങനെ വൈകിട്ട് 4 മണിക്ക് തന്നെ കാപ്പ ചുമത്ത് ജയിലിൽ കഴിയുന്ന സുഗതൻ ഒഴികെ 19 പേരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ പ്രതിഷേധിക്കാനെത്തിയ CPM-കാരോട് പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്നാണ് ഭരണപക്ഷം ചോദിച്ചത്. അതിൽ വെകളി പൂണ്ട CPM-കാർ പുതിയൊരു കഥയുണ്ടാക്കി. മേയറും ഡെപ്യൂട്ടി മേയറും രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടാമത് അധികാരമേറ്റു, അതുകൊണ്ട് തന്നെ രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണം. അപ്പോൾ ഞങ്ങൾ CPM UDF അംഗങ്ങളുമായി ചേർന്ന് അട്ടിമറിക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് മൂക്കറ്റം മാലിന്യത്തിൽ മുങ്ങി നാറിയാലും ഇന്ത്യ മുന്നണി ഭരിച്ചിരിക്കും. അതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ മനസ്സിലിരിപ്പ്. പോയി പണി നോക്കുന്ന മേയർ പ്രതികരിച്ചതോടെ ചൂളിപ്പോയ പ്രതിപക്ഷം CPM-കാർ രാവിലെ മേയറെ ഓഫീസിനുള്ളിൽ കടത്തിവിടാതെ തടയുകയായിരുന്നു. മേയർ വി രാജേഷ് തൻ്റെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിനുണ്ടായ ഉന്തിലും തള്ളിലും മേയർക്ക് നിലത്ത് വീണ് പരിക്കേറ്റു, കാലിൽ തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോഴാണ് മുതിർന്ന നേതാവ് വഞ്ചിയർ ബാബു നിലത്ത് വീണ് പരിക്ക് പറ്റി എന്ന് പ്രതിപക്ഷം വിളിച്ചു കൂവിയത്. എങ്കിൽ ജനാധിപത്യപരമായ സമരമാണ് നടന്നതെന്നാണ് CPM പാർലമെൻ്ററി പാർട്ടി ലീഡർ SP ദീപക് പറഞ്ഞത്. അത് കൗൺസിലർമാരുടെ പരിക്ക് കണ്ടാൽ വ്യക്തമായി തന്നെ മനസ്സിലാകും ഇത് CPM-ൻ്റെ ജനാധിപത്യമാണ് ഇങ്ങനെ പരിക്കുന്നത്. അനാവശ്യ പ്രകോപനം CPM കൗൺസിൽ ഭാഗത്തുണ്ടായി എന്ന് മേയർ ഉറച്ച നിലപാടിലാണ്. രാവിലെ മുതൽ മേയറെ കാണാനെത്തിയവരെയും തടഞ്ഞു. BJP-യുടെ വനിതാ കൗൺസിലർമാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. തനിക്ക് കാലിൽ പരിക്കേറ്റെന്ന് മേയർ വ്യക്തമാക്കുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവരുൾപ്പെടെ 16 കൗൺസിലർമാർ അങ്ങനെ ആശുപത്രിയിൽ ചികിത്സ തേടി. CPM-ൻ്റെയും BJP-യുടെയും 2 കൗൺസിലർമാർക്കും നന്നായി പരിക്കേറ്റു. CPM-ൻ്റെ കാട്ടായിക്കുടം കൗൺസിൽ സിന്ധു ശശി, BJP-യുടെ പെരുകുള കൗൺസിൽ ദീപ എന്നിവർക്കാണ് പരിക്കേറ്റത്. സിന്ധുവിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. അത് 4 സ്റ്റിച്ചുണ്ട്. CPM-കാർ ആളുമാറി അടിച്ചാണെന്ന് ഒരു സംസാരമുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ച പോലീസിനെതിരെയും CPM-കാരുടെ നേരെ നിന്നും ആക്രമണമുണ്ടായി. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 45 വർഷത്തെ CPM-ൻ്റെ ഭരണത്തിൽ നിന്നും BJP തിരിച്ചു പിടിക്കുകയായിരുന്നു. UDF-ന് സാധിക്കാത്തത് NDA-ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ UDF ഇപ്പോഴും നിശബ്ദമായിരുന്നു. അവർ രഹസ്യമായി CPM-യുമായി ചില ഒത്തുതീർപ്പുകളും നീക്കുപോക്കളും ഉണ്ടാക്കുന്നതല്ലാതെ പരസ്യമായി പ്രതിഷേധിക്കാൻ അവർ അങ്ങനെയൊന്നും വലിയ വലിയ വിഷയങ്ങളിലൊന്നും രംഗത്ത് വന്നിട്ടുമില്ല. പക്ഷേ CPM-കാർക്ക് ഭരണം തിരികെ വേണം. സംസ്ഥാനത്തിൻ്റെ ഭരണമേ പോയി. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണമെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെ പിഴച്ചു പോകുമെന്നാണ് CPM-ൻ്റെ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് നാണംകെട്ട പരിപാടിയാണെങ്കിലും UDF കൗൺസിലർമാരും ഒപ്പം ചേർത്ത് ഇന്ത്യയും മുന്നണിയുടെയൊക്കെ പേര് പറഞ്ഞ് അങ്ങനെ CPM-ഉം CPI-യും ചേർന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാൻ കാരണം സുഗതൻ കാപ്പ ചുമത്തി CPM-കാരുടെ കള്ളക്കളിയിൽ കാപ്പ ചുമത്തി ജയിലിലാണ്. തുടക്കമെല്ലാം അവിടെ നിന്നുമാണ്. ഏതെങ്കിലും ഒരു BJP കൗൺസിലറെ കുടുക്കി കേസിൽ കുടുക്കി രാജിവയ്പ്പിച്ച് അങ്ങനെ ആ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അങ്ങനെ ഭൂരിപക്ഷത്തിലേക്ക് വരാമെന്നായിരുന്നു CPM-ൻ്റെയും UDF-ൻ്റെയും ഒത്തായ തീരുമാനം. ഇത് CPM-ൻ്റെ തീരുമാനമാണ്. പക്ഷേ അങ്ങനെ CPM-ൻ്റെ ഒരു ഭൂരിപക്ഷം ഒരു സീറ്റായി വർദ്ധിക്കുകയാണെങ്കിൽ
UDF-നും കൂടെ കൂട്ടുപിടിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം സമൃദ്ധമായി സുഭിക്ഷമായി കൊണ്ടുപോകാമെന്നായിരുന്നു അവരൊക്കെ കരുതിയത്. പക്ഷേ സുഗതൻ്റെ കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ തീരുമാനമൊന്നുമായിട്ടില്ല. സുഗതൻ രാജിവെക്കണമെന്നാണ് ഇപ്പോൾ CPM-ൻ്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവർ സത്യപ്രതിജ്ഞ വിവാദവുമായി കൂട്ടിക്കലർത്തി രാവിലെ തിരുവനന്തപുരം നഗരസഭ മേയറെ തന്നെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് രാവിലെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അനിഷ്ട സംഭവങ്ങൾ നടന്നത്. എന്തായാലും CPM കൗൺസിലർമാരുടെ എതിർപ്പ് വഹിക്കാതെ മേയർ VV രാജേഷ് തൻ്റെ ഓഫീസിലേക്ക് കയറാൻ തീരുമാനിച്ചുറച്ചെത്തുകയായിരുന്നു. സംഘർഷം ഒഴിവാക്കാൻ പോലീസും കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അതിന് CPM-കാർ അവരുടെ സ്ഥിരം പരിപാടി പോലെ തന്നെ അവർ അനുവദിച്ചില്ല. അവർ സംഘർഷം അതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയിൽ കയ്യൂക്ക് കാട്ടി നഗരസഭാ ഭരണം പിടിച്ചെടുക്കാമെന്നും മേയറെ ഡെപ്യൂട്ടി മേയറെയും ഒക്കെ തള്ളിയിട്ട് പരിക്കേൽപ്പിക്കാമെന്നുമൊക്കെ ബാലിശമായ ചില തന്ത്രങ്ങളാണ് CPM കൗൺസിലർമാർ അവിടെ ആവിഷ്കരിച്ചത്. പക്ഷേ ചീറ്റിപ്പോയി. പരിക്കുണ്ട്. BJP കൗൺസിലർമാർക്ക് നന്നായ പരിക്കുണ്ട്. കാരണം അവരാരും പോലീസിനെയോ CPM കൗൺസിലർമാരെ ആക്രമിച്ചില്ല. പക്ഷേ തിരിച്ചുള്ള ആക്രമണത്തിൽ മേയറെ തടയാനുള്ള CPM-ൻ്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെയാണ് BJP കൗൺസിലർമാർക്കും പരിക്കേറ്റത്. എങ്കിലും എണ്ണത്തിൽ കുറവായ CPM-കാരോട് മുഷ്ക് കാട്ടാതെ പോയി വാർഡിലെ കാര്യങ്ങൾ നോക്കി കൃത്യമായി ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നാണ് മേയർ VV രാജേഷ് അടക്കം ആഹ്വാനം ചെയ്തത്. പക്ഷേ അതൊന്നും കേൾക്കാതെ ഞങ്ങൾക്ക് ഭരിക്കണം, ഞങ്ങൾക്ക് തന്നെ നഗരസഭയുടെ ഭരണം തിരികെ വേണമെന്ന ആർത്തി പൂണ്ട ആവശ്യവുമായി വേട്ടനായ്ക്കളെ പോലെ പാഞ്ഞെടുത്ത CPM കൗൺസിലർമാരാകട്ടെ അവർ രണ്ടും കൽപ്പിച്ച് തന്നെയായിരുന്നു. എന്തായാലും UDF സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് പോലീസിൻ്റെ കയ്യിൽ നിന്നും അത്ര കണ്ട് സഹായമൊന്നും ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മേയർ VV രാജേഷിനും നഗരസഭാ ഭരണസമിതിക്കുമൊക്കെ വ്യക്തമായി അറിയാം. പക്ഷേ ന്യായം, നീതി, ധർമ്മം ഇതൊക്കെ BJP-യുടെ ഭരണസമിതിയുടെ ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ നിലപാടുമായി മേയർ VV രാജേഷ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും കണ്ട് പഠിക്കുന്നവരല്ല BJP-യുടെ NDA-യുടെ കൗൺസിലർമാരും ഭരണസമിതിയുമെന്ന് ഒരിക്കൽ കൂടി CPM-ന് മുന്നിൽ അവർ തെളിയിച്ചു കൊടുത്തിരിക്കുന്നു.